ദേവി കാത്യായനി. നവദുർഗാ ഭാവങ്ങളിൽ ആറാമത്തെ ഭാവമാണ് ദേവി കാത്യായനി. ചന്ദ്രഹാസോജ്വലകര ശാർദൂലവരവാഹന കാത്യായനി ശുഭം ദദ്യാ ദേവി ദാനവഘാതിനി. കാത്യൻ എന്ന മഹർഷിയുടെ മകളാണ് കാത്യായനി. പണ്ട് കഥൻ എന്ന ഒരു മഹാമുനി ഭൂമിയിൽ ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകനായിരുന്നു കാത്യൻ എന്ന മുനി. എന്നാൽ ഒരു പുത്രിയില്ലാതിരുന്ന മുനിക്ക് ദേവി ദുർഗയെ തന്റെ പുത്രിയായി ലഭിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി. അതിനുവേണ്ടി അദ്ദേഹം മഹാതപം അനുഷ്ഠിച്ചു. ദേവി മുനിയിൽ പ്രസാദിച്ചു. അങ്ങനെ കാത്യന്റെ മകളായി ദേവി കാത്യായനി എന്ന നാമത്തിൽ അവതരിച്ചു. കാത്യായനി ഭാവത്തിലാണ് ദേവി ശ്രീപാർവതി മഹിഷാസുരനെ വധിച്ചത്. ആ സമയം ദേവി ലക്ഷ്മിയും ദേവി സരസ്വതിയും പാർവതിയിൽ ലയിച്ച് 3 ദേവിമാരുടെയും ശക്തി ഒന്നായി മാറി. ആദിപരാശക്തിയായി മഹിഷാസുരമർദ്ദിനിയായി ദേവി മാറി. കാത്യൻ എന്ന മഹർഷിയാൽ ആദ്യം ആരാധിക്കപ്പെട്ടത് മൂലം കാത്യായനി എന്ന നാമത്താൽ ദേവി പ്രകീർത്തിതയായി. മുനി കാത്യനും പത്നി ഹേമയും അനപത്യതാ ദുഃഖത്തിൽ നീറുന്ന കാലം. ദേവിയുടെ അകമഴിഞ്ഞ ഭക്തരായിരുന്നു ആ ദമ്പതികൾ. പക്ഷേ ഒരു പെൺകുഞ്ഞില്ലാത്ത ദുഃഖം അവർ ദൈവത്തോട് കാണിച്ചില്ല. വയസ്സുകാലത്ത് മറ്റ് പ്രതീക്ഷകളില്ലായിരുന്ന അവർ ലൗകിക ജീവിതം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സമസ്തവും ദാനം ചെയ്ത് സന്യാസത്തിലേക്ക് തിരിയുന്ന നേരത്താണ് ദേവി കാത്യായനിയായി അവർക്ക് അവതരിക്കുന്നത്. കന്യകമാരുടെ സ്വയംവര ദേവത കൂടിയാണ് ദേവി കാത്യായനി. വൃശ്ചിക മാസത്തിലെ കാത്യായനി വ്രതം പ്രസിദ്ധമാണല്ലോ. 6ാം ദിന പൂജ കന്യകമാർക്കും വിശേഷപ്പെട്ടതാണ്. കാത്യായനി വ്രതം പ്രത്യേകിച്ചും അവർക്കുണ്ടാക്കുന്ന ഗുണങ്ങൾ വളരെയേറെയാണ്. ചതുർഭുജയായ ദേവി പുഷ്പവും വാളും അഭയമുദ്രകളും ധരിച്ച് സിംഹവാഹിനിയായി വരുന്നതാണ് കാത്യായനി രൂപം. ജ്ഞാനശക്തി ഉപാസനയുടെ അവസാന ദിനത്തിലാണ് ഇന്ന് എത്തിയിരിക്കുന്നത്. അറിവില്ലായ്മ മേൽ തിരിച്ചറിവുകൾ നേടുന്ന വിജയം, മൂഢതയാകുന്ന മഹിഷത്തിനുമേൽ ജ്ഞാനമാകുന്ന സിംഹത്തിന്റെ വിജയം, സ്വാർത്ഥത എന്ന തിന്മയുടെ മീതെ നിസ്വാർത്ഥത എന്ന നന്മയുടെ വിജയം. യാ ദേവി സർവഭൂതേഷു ബുദ്ധിരൂപേണ സംസ്ഥിതാ നമസ്തസ്യൈ 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 നമോ നമഃ.